നെക്സ്റ്റ് നമ്മൾ ഏരിയ ചാർട്ട് ആണ് നോക്കാൻ പോകുന്നത്. ഏരിയ ചാർട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ലൈൻ ചാർട്ട് വെർ ദ ഏരിയ ബിലോ ദ ലൈൻ ഈസ് ഫിൽഡ് വിത്ത് കളർ. അപ്പം ഏരിയ ചാർട്ടും ലൈൻ ചാർട്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടിലും ടൈം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഏരിയ ചാർട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെ എന്താ ഷെയ്ഡഡ് ഏരിയയും കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ making it easier to visualize the magnitude of trends over time or across categories. It's useful for showing how values change and accumulate over a continuous axis. Example time. ടൈമിന്റെ ബേസിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏരിയ ചാർട്ട് ആയാലും ലൈൻ ചാർട്ട് ആയാലും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ഇവിടെ ഒരു ഏരിയ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസിൽ സ്റ്റാർട്ട് ഓഫ് വീക്കും വൈ ആക്സിസിൽ ടോട്ടൽ പ്രോഫിറ്റും കൊടുക്കുക. നെക്സ്റ്റ് എന്താ ഫോർമാറ്റിൽ ചെന്നിട്ട് ആ ലൈൻസിന്റെ കളർ മാറ്റാം, അതുപോലെ ഷെയ്ഡ് ഏരിയയുടെ ട്രാൻസ്പാരൻസി കൂട്ടാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഓക്കെ, പവർ ബി ഓപ്പൺ ചെയ്തിട്ട് നമ്മളോട് ഇത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജിലാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ് എടുക്കുക, ഒരു ഏരിയ ചാർട്ട് സെലക്ട് ചെയ്യുക. ദെൻ എക്സ് ആക്സിസിൽ എന്താ കൊടുക്കേണ്ടത്, സ്റ്റാർട്ട് ഓഫ് വീക്ക് ആണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഓഫ് വീക്ക് കൊടുക്കാം. ദെൻ വൈ ആക്സിസിൽ ടോട്ടൽ പ്രോഫിറ്റും കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ ഏരിയ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർമാറ്റിൽ ചെന്നിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഫോർമാറ്റിൽ ഇവര് ലൈൻസിന്റെ കളർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻസ് എടുത്തിട്ട് ലൈൻസിൽ എന്താ ഓക്കെ കളർ എടുക്കുക. കളർ ഇപ്പം ഫ്ലാഷ് കളർ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഷെയ്ഡ് ഏരിയയുടെ ട്രാൻസ്പാരൻസി കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ടൈറ്റിൽ വീക്ക്ലി പ്രോഫിറ്റ് ആക്കാം. വീക്ക്ലി പ്രോഫിറ്റ് നോക്കും. ഇനി ഇവിടെ നമുക്ക് എന്താ മീൻസ് ഡ്രിൽ അപ്പും ഡ്രിൽ ഡൗണും കാണാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഡേറ്റ് ഫംഗ്ഷനിൽ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈമിനെ ബേസ് ചെയ്ത് വരുന്ന ഗ്രാഫിൽ, അതായത് മെയിൻ ആയിട്ട് ലൈൻ ഗ്രാഫിലും ഏരിയ ചാർട്ടിലും നമുക്ക് എന്താ ഈ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ ഡ്രിൽ അപ്പും ഡ്രിൽ ഡൗണും ചെയ്യാൻ പറ്റും. ഇയർലി ബേസിൽ കിടക്കുന്ന സാധനത്തിനെ മന്ത്ലി ബേസിലും വീക്ക്ലി ബേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് now copy this area chart and paste it below that. Rename weekly profit to weekly returns. വീണ്ടും ഒരു ഏരിയ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ടോട്ടൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ടോട്ടൽ റിട്ടേൺസ് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ സെയിം സംഭവം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ മാത്രം മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ടോട്ടൽ പ്രോഫിറ്റിന് പകരം ടോട്ടൽ റവന്യൂ അല്ലേ, സോറി ടോട്ടൽ റിട്ടേൺസ്. ഓക്കെ, അപ്പോ ഇതും നമുക്ക് വേണമെങ്കിൽ കളറും ഇതൊക്കെ ചേഞ്ച് ചെയ്യാം.